ഇന്ന് നമുക്ക് പൃഥ്വിരാജ് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ഐ നോബഡി എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ? ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. കഥ അറിഞ്ഞാൽ മതി എന്നുള്ളവർ മാത്രം കാണുക, ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. കഥ ആരംഭിക്കുമ്പോൾ നായകനായ രാജീവനെയാണ് കാണിക്കുന്നത്. രാജീവൻ കയ്യിൽ തോക്കുമായിട്ട് ബാങ്കിലേക്ക് കയറി പോകുന്നു. രാജീവന് പിന്നാലെ ബാങ്ക് മോഷണത്തിനായിട്ട് 3 പേരും എത്തുന്നുണ്ട്. അവർ 3 പേരും ബാങ്കിൽ നിന്നും 17 കോടി രൂപയും സ്വർണവും അടിച്ചു മാറ്റുകയാണ്. എന്നിട്ടവർ പുറത്തേക്ക് വരുന്നത് രാജീവനെയും കൂട്ടിയാണ്. രാജീവനെ അവർ ബന്ധിച്ചിരിക്കുക. എന്നിട്ട് അവന്റെ തലയിൽ തോക്കും ചൂണ്ടിയിട്ടുണ്ട്. അതേസമയം വിവരമറിഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥരും അവിടേക്ക് എത്തുന്നു. പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നത്, നിങ്ങൾ ഞങ്ങളെ പിടികൂടുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ രാജീവനെ കൊന്നുകളയുമെന്നാണ്. ഒരു സാധാരണക്കാരന്റെ ജീവൻ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ പ്രതികരിച്ചില്ല. അതേസമയം റോബറിക്കായിട്ട് വന്ന 3 പേരും രാജീവനെ അവരുടെ കാറിലിട്ട് അവിടെ നിന്ന് പോകുന്നു. 3 പേരും രാജീവനെയും കൊണ്ട് പോകുന്ന സമയത്ത് രാജീവന്റെ കണ്ണും കൈയും ഒക്കെ കെട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, കൂടെയുള്ളത് ആരാണ് എന്നൊന്നും തന്നെ രാജീവൻ അറിയതേയില്ല. പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലോ ഈ കാര്യം ചർച്ച ചെയ്യുന്നു. ഉയർന്ന ഉദ്യോഗസ്ഥൻ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിയ 2 കോൺസ്റ്റബിൾമാരെയും ഒരുപാട് വഴക്ക് പറയുകയാണ്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു രാജീവനെയും കൊണ്ടുപോയ ആ ഒരു കൊള്ളക്കാരിലെ അവരാണെങ്കിൽ രാജീവനെ ഹൈവേയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നു. രാജീവന്റെ കണ്ണും കൈയും ഒക്കെ കെട്ടിയത് കൊണ്ട് തന്നെ എങ്ങോട്ട് പോകണമെന്നറിയാതെ രാജീവൻ പകച്ച് ഹൈവേയിൽ തന്നെ നിൽക്കുകയാണ്. ഒരുപാട് വണ്ടിയും പോകുന്നുണ്ട്. എന്നാൽ ഈ 3 കൊള്ളക്കാരും കാറിലിരിക്കുന്ന സമയത്താണ് അവർക്കൊരു കാര്യം ഓർമ്മ വരുന്നത്. അതിലൊരാളുടെ നൈം ബാഡ്ജ് രാജീവന്റെ കയ്യിലാണ്. അതെങ്ങനെയെങ്കിലും കൈക്കലാക്കണം, ഇല്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടുമെന്ന് ചിന്തിച്ച് ഉടനെ തന്നെ അവർ കാർ തിരിച്ചിട്ട് നേരെ രാജീവന്റെ അടുത്തേക്ക് പോകുന്നു. വൺ വേ ആയിട്ടുള്ള ഹൈവേയിൽ ഇവർ ഓപ്പോസിറ്റാണ് കാർ ഓടിച്ചു വരുന്നത്. സ്പീഡിന് വരുന്ന സമയത്ത് ഇവരുടെ കാർ ആക്സിഡന്റ് ആകുന്നു. ഒരു ലോറിയുമായിട്ടാണ് കാർ കൂട്ടിയിടിച്ചത്. സംഭവ സ്ഥലത്തേക്ക് രാജീവിനെ നേരത്തെ രക്ഷിക്കുവാനായിട്ട് വന്ന പോലീസുകാരില്ലേ, അവരൊക്കെ എത്തുന്നുണ്ട്. 3 പേരും സ്പോട്ടിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ കാറ് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് ഈ 17 കോടി രൂപയും സ്വർണവും ഒന്നും ആ കാറിലില്ല. അതെവിടെ പോയി എന്നുള്ള കാര്യവും അറിയത്തില്ല. രാജീവനെയും അവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവരെന്തിനാ നിങ്ങളെ പിടികൂടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കറിയില്ല, ഞാൻ ബാങ്കിലേക്ക് വന്നതാണെന്നുള്ള കാര്യമൊക്കെയാണ് രാജീവൻ പറയുന്നത്. മാത്രവുമല്ല, ഈ പോലീസുകാരിൽ കൂട്ടത്തിൽ അനസ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ട്. രാജീവന്റെ കയ്യിൽ നിന്നും പീറ്റർ എന്ന് എഴുതിയൊരു നൈം ബാഡ്ജും കിട്ടുന്നു. ഈ ഒരു വിവരം ഉയർന്ന ഉദ്യോഗസ്ഥനെ അറിയിക്കുവാൻ വേണ്ടിയിട്ട് കോൺസ്റ്റബിൾമാരൊക്കെ പോകുന്ന സമയത്ത് അനസ് വല്ലാതെ രൂക്ഷമായിട്ടാണ് രാജീവനെ നോക്കുന്നത്. അതെന്തിനാണെന്നുള്ളത് നമുക്ക് വഴിയേ മനസ്സിലാകും. എന്നാൽ അതേ സമയം തന്നെ 3 കൊള്ളക്കാരും മരണപ്പെട്ടല്ലോ. അവരുടെ ഡെഡ് ബോഡിയൊക്കെ മോർച്ചറിയിൽ നിന്ന് മാറ്റുന്ന സമയത്ത് സംഭവ സ്ഥലത്തേക്ക് ഈ ഒരു അനസും എത്തുന്നുണ്ട്. കൂട്ടത്തിലൊരാളുടെ പോക്കറ്റിൽ എന്തോ ഒരു സാധനം ഇരിക്കുകയാണ്. അനസാണെങ്കിലോ അത് കൈക്കലാക്കുകയും ചെയ്യും. അതിൽ നിന്നും ഈ കൊള്ളക്കാരുമായിട്ട് അനസിന് എന്തോ ബന്ധമുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കാമല്ലോ. രാജീവനെ ഭാര്യയെ മീര വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്താ സംഭവിച്ചത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ ബാങ്ക് കൊള്ളയടിക്കുവാനായി പോയതാണ്, പക്ഷേ അവിടെ വെച്ചാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നതായിരുന്നു രാജീവന്റെ മറുപടി. പക്ഷേ ഇത് മീര വിശ്വസിച്ചു എന്നൊന്നും അറിയില്ല. മീര അവിടെ നിന്ന് പോകുന്നു. മീരയുടെയും രാജീവന്റെയും പെരുമാറ്റത്തിൽ നിന്നും ഇവർക്ക് 2 പേർക്കും എന്തോ വലിയ പ്രശ്നങ്ങളുണ്ട്. 2 പേരും അധികമൊന്നും മിണ്ടാറേയില്ല. രാജീവനോട് വലിയ താല്പര്യമൊന്നും മീരയ്ക്കില്ല. രാജീവന് കഴിക്കുവാനായിട്ടുള്ള ആഹാരവും ഉണ്ടാക്കി വെച്ചിട്ടാണ് മീര അവിടെ നിന്ന് പോകുന്നത്. രാത്രി വീട്ടിലേക്ക് വന്നാലും 2 പേരും 2 മുറിയിലാണ് ഉറങ്ങുന്നതും. രാജീവനും മീരയ്ക്കും 2 പെൺമക്കളുണ്ട്. അതിൽ മൂത്ത മകൾ മീരയ്ക്കൊപ്പമാണ് മറ്റൊരു റൂമിൽ കിടക്കുന്നത്. രാജീവൻ തന്റെ ഇളയ മകൾക്കൊപ്പമാണ് കിടക്കുവാനായി പോകുന്നത്. ഇളയ മകളാണെങ്കിലോ, അച്ഛാ എന്ത് പറ്റി, അച്ഛന്റെ മുഖത്തൊക്കെ മുറിവുകളുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഞാനൊരു കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് രാജീവൻ ഒരു കഥ പറയുവാനായും ആരംഭിച്ചു. ഒരമ്മ മുയലും അച്ഛൻ മുയലും വിവാഹം കഴിച്ചു. അവർക്ക് 2 പേർക്കും 2 പെൺമക്കൾ ഉണ്ടാവുകയാണ്. എന്നാൽ ഈ അമ്മ മുയലിന് ഒരാമയോട് പ്രണയം തോന്നുന്നു. ആ ഒരു കാര്യം പറഞ്ഞ അച്ഛൻ മുയൽ, വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട, സംസാരിച്ച് തീർക്കാമെന്ന് കരുതി അച്ഛൻ മുയൽ ആമയെ കണ്ട് സംസാരിക്കുവാനായും പോയി എന്നുള്ള കാര്യമാണ് രാജീവൻ കഥയായി പറയുന്നത്. സത്യത്തിൽ ഇത് രാജീവന്റെ തന്നെ കഥയാണ്. അതെന്താണെന്നുള്ളത് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് കാണിക്കുന്നത്. സത്യത്തിൽ രാജീവന്റെ ഭാര്യയെ മീരയ്ക്ക് ബാങ്ക് മാനേജറിനോട് പ്രണയമായിരുന്നു. 2 പേരും തമ്മിൽ അവിഹിത ബന്ധമാ. ഈ ഒരു കാര്യം രാജീവൻ അറിയും. അവരെ 2 പേരെയും ഈ ഒരു ബന്ധത്തിൽ നിന്നും പിന്തിരിപ്പിക്കാമെന്ന് കരുതിയാണ് തോക്കുമായിട്ട് രാജീവൻ നേരെ ബാങ്കിലേക്ക് എത്തുന്നത്. മാനേജറിനെ കാണുവാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയം, അപ്പോഴാണ് ആ ഒരു 3 കൊള്ളക്കാർ ബാങ്കിലേക്ക് എത്തുന്നത്. എല്ലാവരെയും ബന്ദിയാക്കുന്നു. ആരും അനങ്ങരുതെന്ന് പറഞ്ഞ് എല്ലാവരെയും അവിടെ ഇരുത്തിയിട്ട് അവർ കാശൊക്കെ കൊള്ളയടിക്കുവാനായും തുടങ്ങി. അതേസമയം രാജീവനടുത്ത് ഒരു മുത്തശ്ശി ഇരിക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ കയ്യിലാണെങ്കിലോ ചെറിയൊരു ഫോണും ഉണ്ടായിരുന്നു. ആ ഫോണിൽ നിന്ന് മുത്തശ്ശി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിക്കും. എന്നാൽ ബാങ്ക് മുഴുവൻ സൈലന്റ് ആയിരുന്നത് കൊണ്ട് തന്നെ റിങ് ചെയ്യുന്നത് കൊള്ളക്കാർ കേട്ടു.
ആരാ ഇവിടെ ഫോൺ വിളിക്കുന്നതെന്ന് കൊള്ളക്കാർ ചോദിക്കുമ്പോൾ പേടിച്ച മുത്തശ്ശിയാണെങ്കിലോ ആ ഫോൺ നേരെ രാജീവിനടുത്തേക്ക് തട്ടി വിട്ടുകൊടുക്കുന്നു. കൊള്ളക്കാർ വന്ന് നോക്കുമ്പോഴോ ഫോൺ രാജീവിനടുത്ത് കിടക്കുകയാണ്. ഫോൺ എടുത്ത് നോക്കുമ്പോൾ പോലീസിനെയാണ് വിളിക്കുന്നതും. നീ എന്തിനാടാ പോലീസിനെ വിളിക്കുന്നത്, ആരാടാ നീ എന്നൊക്കെ പറഞ്ഞ് രാജീവൻ അവിടെ നിന്നും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. രാജീവന്റെ കൈവശം തോക്കുമിരിക്കുന്നത് കണ്ട് അവർക്ക് ആകെ ദേഷ്യം വരും. അങ്ങനെയാണ് അവർ രാജീവനെ ബന്ദിയാക്കി പുറത്തേക്ക് കൊണ്ടുവരുന്നതും. ഇതാണ് യഥാർത്ഥത്തിൽ അന്ന് ബാങ്കിൽ സംഭവിച്ചത്. അതെല്ലാം ഒരു ഫ്ലാഷ് ബാക്കിലൂടെ കാണിക്കുന്നു. തന്റെ മകൾക്ക് രാജീവൻ കഥ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് തന്നെ അതെല്ലാം കേട്ട് കേട്ട് മകളും ഉറങ്ങിപ്പോയിരുന്നു. അടുത്ത ദിവസം രാജീവനെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് സ്റ്റേഷനിൽ നിന്നും പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയിരിക്കുകയാണ്. എസ് പിക്ക് ചോദ്യം ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് രാജീവനെ കൊണ്ടുപോകുന്നത്. എന്നാൽ എസ് പി ഓഫീസിൽ എത്തിയിട്ടും രാജീവനെ ചോദ്യം ചെയ്യുന്നതേയില്ല. രാജീവൻ വൈകുന്നേരം വരെ അവിടെ വെയിറ്റ് ചെയ്തിട്ടാണ് വീട്ടിൽ വരുന്നത്. ഇത് ദിവസവും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. കൊള്ളക്കാർ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച 17 കോടി രൂപയും സ്വർണ്ണാഭരണങ്ങളും ഇതുവരെയായിട്ടും പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. ആ ഒരു വിവരം ന്യൂസിൽ ചർച്ചയാവുകയാണ്. ന്യൂസ് വഴി ഈ ഒരു വിവരമെല്ലാം അറിയുന്ന ജനങ്ങളെല്ലാവരും എവിടെയോ കൊള്ളക്കാർ പൈസ ഒളിപ്പിച്ചിട്ടുണ്ട്, അത് കണ്ടെത്തണമെന്നും തീരുമാനിക്കുന്നു. അങ്ങനെ ആക്സിഡന്റ് നടന്ന സ്ഥലങ്ങളും എല്ലായിടവും ജനങ്ങൾ പോയി പരിശോധിക്കുന്നുണ്ട്. അതേസമയം ജേക്കബ് എന്ന ആളിനെയാണ് കാണിക്കുന്നത്. ജേക്കബിന്റെ ഭാര്യയ്ക്കും ജേക്കബിനും കുട്ടികളൊന്നുമില്ല. പക്ഷെ ഇവർക്ക് നല്ല കടത്തിന്റെ പ്രശ്നങ്ങളുണ്ട്. അത് കാരണം എങ്ങനെയെങ്കിലും കാശ് സമ്പാദിച്ച് കടം വീട്ടണമെന്നാണ് ജേക്കബ് കരുതിയിരിക്കുന്നത്. ആ ഒരു പ്രശ്നത്തിൽ ജേക്കബ് അലഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ന്യൂസിൽ ഈ ഒരു കാര്യം കാണുന്നത്. എങ്ങനെയെങ്കിലും കൊള്ളക്കാർ ഉപേക്ഷിച്ചിരിക്കുന്ന ആ ഒരു പൈസ കണ്ടെത്തണമെന്ന് ജേക്കബും തീരുമാനിക്കുന്നു. ജേക്കബും കാശ് അന്വേഷിച്ചിറങ്ങുകയാണ്. മറ്റൊരു വശത്ത് പോലീസ് ഉദ്യോഗസ്ഥനായ അനസിനെയാണ് കാണിക്കുന്നത്. അനസിന്റെ കാര്യക്ഷമമല്ലാത്ത അന്വേഷണം കാരണമാണ് ഈ ബാങ്ക് റോബറിയുടെ പിന്നിലുള്ള കാര്യങ്ങളൊന്നും കണ്ടുപിടിക്കാൻ കഴിയാത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ അനസിനെ സസ്പെൻഡ് ചെയ്യുന്നു. അനസിനാണെങ്കിലോ രാജീവനോടാണ് ദേഷ്യം. രാജീവന് ഇതിന് പിന്നിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം. ആ ഒരു കാശും സ്വർണവുമെല്ലാം രാജീവന്റെ കയ്യിലായിരിക്കുമെന്ന സംശയം അനസിനുണ്ടാകുന്നു. അനസും 3-4 പോലീസുകാരും ചേർന്ന് രാജീവനെ ഫോളോ ചെയ്യുകയാണ്. രാജീവൻ രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുന്നത് മുതൽ വൈകുന്നേരം വീട്ടിൽ വരുന്നത് വരെ രാജീവൻ എന്തൊക്കെ ചെയ്യുന്നു, ആരെയൊക്കെ കാണുന്നു എന്നുള്ള കാര്യമൊക്കെയാണ് പോലീസുകാർ അന്വേഷിക്കുന്നതും. എന്നാൽ ഒരു ഘട്ടത്തിൽ രാജീവന് തന്നെ പോലീസുകാർ ഫോളോ ചെയ്യുന്നു എന്നത് മനസ്സിലായി. ഒരിക്കൽ രാജീവന്റെ അപ്പാർട്ട്മെന്റിന് മുന്നിലുള്ള ചായക്കടയിലിരുന്ന് അവർ ചായ കുടിക്കുന്ന സമയം അവർക്കടുത്തേക്ക് എത്തുന്ന രാജീവൻ അവർ കുടിച്ച ചായക്കുള്ള കാശ് കൊടുക്കുന്നു. നീ എന്തിനാടാ ഞങ്ങൾക്കുള്ള കാശ് കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ കുറച്ച് ദിവസമായിട്ട് എന്നെ ഫോളോ ചെയ്യുകയല്ലേ, അതുകൊണ്ടാണെന്ന് രാജീവൻ മറുപടി പറയുന്നു. ദേഷ്യം വരുന്ന അനസ് രാജീവൻ ഇവിടെ നിന്നും എസ് പിയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. എസ് പി ഓഫീസിലെത്തി രാജീവനെ ചോദ്യം ചെയ്യുകയാണ്. സത്യത്തിൽ നീ എന്തിനാ ബാങ്കിലേക്ക് പോയത് എന്നുള്ള കാര്യം എസ് പി ചോദിക്കുമ്പോൾ, സാറേ ഞാനത് അന്നേ പറയുവാനായിട്ട് വന്നതാ, പക്ഷേ അന്നൊന്നും നിങ്ങളത് കേൾക്കുവാനായിട്ട് കൂട്ടാക്കില്ലല്ലോ. ഞാനൊരാളിനെ കാണുവാൻ വേണ്ടിയിട്ട് പോയതാണ്, അല്ലാതെ വേറൊന്നിനുമല്ല എന്ന് രാജീവൻ പറയുമ്പോൾ, ബാങ്കിലുണ്ടായിരുന്നവർ പറഞ്ഞല്ലോ നീ ബാങ്കിലെത്തിയിട്ട് ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്യുകയായിരുന്നു എന്ന്. നീ ഈ കൊള്ളക്കാർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നോ? നിനക്ക് എന്തായിരുന്നു ആവശ്യം? അല്ല, നിന്നെ ആ കൊള്ളക്കാർ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നിന്റെ കയ്യിൽ നിന്നും തോക്ക് വീണിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യം നിന്റെ അടുത്തുണ്ടായിരുന്ന മുത്തശ്ശി പറഞ്ഞല്ലോ എന്നൊക്കെ പോലീസുകാർ ചോദിക്കുമ്പോൾ, സാറേ ഞാൻ ബാങ്ക് റോബറിക്കൊന്നും വന്നതല്ല, ഞാൻ ഒരാളിനെ കാണാൻ വന്നതാണ്. പക്ഷേ അതെന്തിനാണ് ഏതിനാണെന്നുള്ള കാര്യമൊന്നും ഞാൻ പറയത്തില്ല എന്ന് കൂടി രാജീവൻ പറയുന്നു. രാജീവന്റെ ഭാര്യയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. രാജീവന്റെ ഭാര്യയോട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ മീര പറയുന്നത്, സാറേ ഞാനും അവിടുത്തെ ബാങ്ക് മാനേജറും തമ്മിൽ അടുപ്പത്തിലാണ്. ആ ഒരു കാര്യം രാജീവന് നന്നായിട്ട് അറിയാം. രാജീവൻ ബാങ്ക് മാനേജറിനെ കണ്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ട് പോയതാണ്, അല്ലാതെ വേറൊന്നുമല്ല. എനിക്ക് നാണക്കേടുണ്ടാകുമോ എന്ന് കരുതിയാണ് രാജീവൻ ഈ ഒരു കാര്യമൊന്നും ആരോടും തുറന്നു പറയാത്തത്, അല്ലാതെ വേറൊരു പ്രശ്നവുമില്ല എന്നുള്ള കാര്യം മീര തുറന്നു പറയുന്നു. മീര പറയുന്നതിൽ സത്യമുണ്ടെന്നുള്ള കാര്യം പോലീസുകാർക്ക് തോന്നുകയാണ്. സംശയമുണ്ടെങ്കിൽ സാർ ഈ നമ്പറിൽ വിളിച്ചു നോക്കെന്ന് പറഞ്ഞ് ബാങ്ക് മാനേജറിന്റെ നമ്പരും മീര കൊടുക്കുന്നു. മീര കൊടുത്ത നമ്പറിൽ വിളിച്ചു നോക്കുമ്പോൾ മാനേജർ പറയുന്നത് ആ ഒരു പേരിലുള്ള സ്ത്രീയെ തനിക്ക് അറിയത്തേയില്ല എന്നാണ്. അത് കേൾക്കുന്നതോടുകൂടി മീര ആകെ തകർന്നു പോകുന്നു. അങ്ങനെ മീരയും രാജീവനെയും അവിടെ നിന്ന് പറഞ്ഞുവിടുകയാണ് ചെയ്യുന്നത്. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് മീഡിയക്കാരെല്ലാവരും ഉണ്ട്. മീഡിയക്കാർ രാജീവനാണ് ഈ ഒരു റോബറിക്ക് പിന്നിലെന്നും ആ ഒരു കാശ് രാജീവന്റെ കയ്യിൽ തന്നെയുണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. രാജീവനാണെങ്കിലോ അതിനൊന്നും മറുപടി കൊടുക്കാൻ കഴിയുന്നതേയില്ല. മറ്റൊരു വശത്ത് കാശ് എവിടെയാണ് പോയതെന്ന് പോലീസുകാർക്ക് കണ്ടെത്തണമല്ലോ. ഒന്നുകിൽ ആക്സിഡന്റ് നടന്ന സ്ഥലത്തായിരിക്കാം. അതുകൊണ്ട് ആ ഒരു പരിസരം മുഴുവൻ പരിശോധിക്കണമെന്ന് പറഞ്ഞ് മാപ്പും പുറത്തുവിടുന്നു. മാപ്പ് കണ്ടതോടുകൂടി നാട്ടുകാരെല്ലാവരും ചേർന്ന് അവിടെയൊക്കെ പരിശോധിക്കുകയാണ്. ഒപ്പം ജേക്കബുമുണ്ട്.
ഒരു ദിവസം ഓഫീസിലിരിക്കുകയായിരുന്ന രാജീവനെ കാണുവാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നു. അത് ഈ മരിച്ചുപോയ 3 കൊള്ളക്കാരിലൊരുത്തന്റെ മാമനായിരുന്നു അയാൾ. അയാൾ വന്നിട്ട് രാജീവനോട് കാശ് ആവശ്യപ്പെടും. നിന്റെ കയ്യിലല്ലേ അവർ അടിച്ചു മാറ്റിയ കാശിരിക്കുന്നത്, അതിൽ കുറച്ച് എനിക്ക് തരണം. കാരണം മരിച്ചുപോയവന് ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെയുണ്ട്. അവർക്ക് ജീവിക്കുവാനായിട്ട് കാശ് വേണ്ടേന്നാണ് രാജീവനോട് ചോദിക്കുന്നത്. രാജീവൻ അയാളെ ഒരുപാട് വഴക്ക് പറയുകയും ദേഷ്യപ്പെട്ട് രാജീവൻ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ ദേ രാജീവനെ കാണുവാൻ വേണ്ടിയിട്ട് അനസ് എത്തിയിരിക്കുകയാണ്. എന്റെ ജോലിയിലും പ്രശ്നം വന്നിരിക്കുക. നിന്നെയും ഈ ഒരു കേസ് ഒരുപാട് ബാധിച്ചിട്ടില്ലേ? അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു കേസ് നമുക്ക് തെളിയിക്കാമെന്ന് അനസ് പറയുന്നു. ഒരു ഘട്ടത്തിൽ രാജീവനും ഓക്കെ പറയുകയാണ്. അങ്ങനെ അനസ് രാജീവനെയും കൂട്ടി അവിടെ നിന്നും തന്റെ കാറിൽ പുറപ്പെടുന്നു. എങ്ങനെയാണോ ആ ഒരു 3 കൊള്ളക്കാരും രാജീവനെ കാറിൽ കൊണ്ടുപോയപ്പോൾ ഇരുത്തിയിരുന്നത്, അതുപോലെ തന്നെ രാജീവൻ കണ്ണൊക്കെ കെട്ടിയാണ് ബാക്ക് സീറ്റിലിരിക്കുന്നത്. എവിടെയായിരിക്കാം അവർ കാശ് ഉപേക്ഷിച്ചിട്ടുണ്ടാവുക എന്നതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനും രാജീവും കണ്ടുപിടിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഓരോ സ്ഥലത്തെത്തുമ്പോഴും അതുവഴി പോട്ടെ ഇതുവഴി പോട്ടെ എന്നൊക്കെ രാജീവൻ പറയുന്നുണ്ട്. എന്നാൽ ഈ കൊള്ളക്കാരാണെങ്കിൽ കാറിൽ നിന്ന് സംസാരിക്കുന്നത് രാജീവന് ഓർമ്മ വന്നിരുന്നു. ഒരു അമ്പലത്തിനടുത്ത് എത്തിയ സമയത്താണ് ഇവർ ഇതാണ് നല്ല ബ്ലൈൻഡ് സ്പോട്ട് എന്നൊക്കെ പറയുന്നതൊക്കെ രാജീവന് ഓർമ്മ വരും. അതേ അമ്പലത്തിന്റെ അവിടെ കാറ് നിർത്തുവാനായി പറഞ്ഞ് രാജീവൻ കാറിൽ നിന്നിറങ്ങുന്നു. ഇനി എനിക്ക് വയ്യ, പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് രാജീവൻ തന്റെ വീട്ടിലേക്ക് പോകും. ഈ ഒരു അമ്പലവും അവിടുത്തെ കാണിക്ക വഞ്ചിയും ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കണം. ഈ ഒരു കഥയിലെ പ്രധാന ഒരു ഘടകമാണത്. അങ്ങനെ രാജീവനാണെങ്കിലോ തന്റെ ഫ്ളാറ്റിലേക്കും എത്തുകയാണ്. എന്നാൽ അപ്പോൾ തന്നെ രണ്ടുപേരാണെങ്കിലോ ഫ്ളാറ്റിൽ നിന്നും വെപ്രാളപ്പെട്ട് ഇറങ്ങി ഓടുന്നു. അവരെ പിടികൂടുവാനായിട്ട് രാജീവൻ ശ്രമിക്കുമെങ്കിലും അവർ രാജീവനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. എന്തെന്നാൽ അവർ രാജീവന്റെ ഫ്ളാറ്റ് കൊള്ളയടിക്കുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. ആ വന്നവർ രാജീവന്റെ ഫ്ളാറ്റിന്റെ പൂട്ടൊക്കെ തകർത്തിട്ടിരിക്കുകയാണ്. ഭാര്യയ്ക്കാണെങ്കിൽ ആകെ ദേഷ്യം. മീര രാജീവനെ ഒരുപാട് വഴക്ക് പറയുന്നു. പക്ഷേ രാജീവൻ അതിനൊന്നും മറുപടി കൊടുക്കുന്നതേയില്ല. രാജീവനെ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാണ് മീര വഴക്കുണ്ടാക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരുപാട് സ്നേഹത്തിലായിരുന്നു ആദ്യമൊക്കെ. ഇവർക്കിടയിൽ ആദ്യമൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. എന്നാൽ 2 കുട്ടികൾ ജനിച്ചതോടുകൂടി മീര എന്ത് പറഞ്ഞാലും രാജീവൻ അതിന് മറുപടിയൊന്നും കൊടുക്കത്തേയില്ല. കാരണം അച്ഛനും അമ്മയും വഴക്ക് കൂടുന്നത് മക്കൾ കാണുന്നതൊന്നും ശരിയല്ലല്ലോ എന്ന് കരുതിയാണ് രാജീവൻ മിണ്ടാതിരിക്കുന്നത്. മീര വഴക്കിട്ടത് കൊണ്ട് തന്നെ സങ്കടപ്പെട്ട് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു രാജീവൻ. അപ്പോൾ ദേ ഒരു ഓട്ടോക്കാരൻ ഓട്ടോ കൊണ്ടുവന്ന് നിർത്തിയിട്ട് കുറച്ച് കാശ് അയാൾക്ക് കൊടുക്കുവാനായിട്ടൊക്കെ ആവശ്യപ്പെടുന്നു. രാജീവന് ദേഷ്യം വരികയാണ്. അയാളുമായിട്ട് വലിയ പ്രശ്നം തന്നെ നടക്കും. ഒടുവിൽ അവിടെ പോലീസുകാരെത്തി രാജീവനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. രാജീവനോട് അവിടെ എത്തിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ എന്നെ ഈ ഒരു കാര്യം പറഞ്ഞ് ഒരുപാട് പേർ ടോർച്ചർ ചെയ്യുകയാണ്, ഞാൻ അതിനു വേണ്ടി എന്താ ചെയ്തെന്നൊക്കെയാണ് രാജീവൻ പോലീസുകാരോട് പറയുന്നത്. ഉടനെ തന്നെ പോലീസുകാർ മീരയെ വിളിച്ചിട്ട് രാജീവനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഉടനെ തന്നെ വന്ന് ഇറക്കിക്കൊണ്ടു പോകണമെന്നും ആവശ്യപ്പെടുന്നു. അങ്ങനെ മീര വന്ന് രാജീവനെ ഇറക്കിക്കൊണ്ടു പോവുകയാണ്. ഫ്ളാറ്റിലേക്ക് എത്തിയ മീര രാജീവനെ ഒരുപാട് വഴക്ക് പറയുകയും ഡിവോഴ്സ് പേപ്പർ എടുത്ത് നീട്ടുകയും ചെയ്യുന്നു. ഞാൻ ഒരുപാട് ആലോചിച്ചതാ, ഇതാണ് ശരിയെന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാണ് ഡിവോഴ്സ് പേപ്പർ രാജീവന് നേരെ നീട്ടുന്നത്. രാജീവൻ ആകെ തകർന്നു പോകും. ഡിവോഴ്സ് നോട്ടീസിൽ രാജീവൻ ഒപ്പിട്ട് കൊടുക്കുകയാണ്. മറ്റൊരു വശത്ത് അമ്പലത്തിലെ ഭണ്ഡാരപ്പെട്ടി പൊളിഞ്ഞു കിടക്കുന്നു. സംഭവ സ്ഥലത്തേക്ക് പോലീസുകാരൊക്കെ എത്തുകയാണ്. അത് കാണുന്ന അനസിന് ഒരു കാര്യം ഓർമ്മ വരും. ഇതേ അമ്പലത്തിന്റെ അടുത്താണല്ലോ അന്ന് രാജീവൻ ഇറങ്ങിയത്. അപ്പോൾ ഇതേ ഭണ്ഡാരപ്പെട്ടിയിൽ തന്നെയായിരിക്കാം കാശ് വെച്ചിട്ടുണ്ടാവുക. അത് രാജീവൻ ആരും അറിയാതെ ഇവിടെ നിന്ന് കൊണ്ടുപോയതായിരിക്കുമെന്ന് അനസിന് ഓർമ്മ വരുന്നു. മറ്റൊരു വശത്ത് കടയിലൊക്കെ പോയിട്ട് നേരെ ഫ്ളാറ്റിലേക്ക് എത്തുകയായിരുന്നു മീര. മകളെ അവിടെയൊക്കെ നോക്കിയിട്ട് മകളെ കാണുന്നതേയില്ല. ഇളയ മകളെയാണ് അന്വേഷിക്കുന്നത്. എന്നാൽ നോക്കുമ്പോഴോ ഇളയ മകൾ രാജീവന്റെ റൂമിലിരുന്ന് കളിക്കുന്നു. അവളുടെ കയ്യിലാണെങ്കിലോ ഒരു കെട്ട് 500ന്റെ നോട്ടും ഇരിക്കുന്നുണ്ട്. ആദ്യം മീര കരുതിയത് ഈ കളിക്കുവാനൊക്കെ വാങ്ങിക്കൊടുക്കുന്ന നോട്ടുകളില്ലേ അതായിരിക്കുമെന്നാണ്. പിന്നീടാണ് അത് ഒറിജിനൽ നോട്ടാണെന്നുള്ള കാര്യം മനസ്സിലായത്. ഇത് നിനക്ക് എവിടെന്നാ കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ ഇതേ അച്ഛൻ കട്ടിനടിയിൽ ഒരു ബാഗ് വെച്ചിട്ടുണ്ട്, അതിൽ നിന്നാ എനിക്ക് കിട്ടിയതെന്നുള്ള കാര്യം മകൾ പറയുന്നു. മീര നോക്കുമ്പോഴോ കട്ടിലിനടിയിൽ വലിയൊരു ബാഗ് ഇരിക്കുന്നുണ്ട്. ആ ബാഗിൽ നിറയെ കാശും സ്വർണവും ഒക്കെ ഇരിക്കുകയാണ്. അത് കാണുന്ന മീര ആകെ ഷോക്കായി പോകും. അതേ സമയമായിരുന്നു ആരോ അവിടെ കോളിംഗ് ബെൽ അടിക്കുന്നത്. തുറന്നു നോക്കുമ്പോഴോ സെക്യൂരിറ്റി ആയിരുന്നു. ഈ സെക്യൂരിറ്റി ആരാണെന്ന് വെച്ചാൽ ജേക്കബ് തന്നെയാണ്. ജേക്കബ് പത്രക്കാരന്റെ കാശ് ചോദിക്കുമ്പോൾ ദേ ഇപ്പോൾ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് മീര അകത്തേക്ക് പോകും. എന്നാൽ അതേസമയം ഇളയ മകളാണെങ്കിൽ കാശല്ലേ എന്ന് പറഞ്ഞ് ഒരു കെട്ട് 500ന്റെ നോട്ട് കൊണ്ടുവന്ന് ജേക്കബിന് കൊടുക്കുന്നു. അത് കാണുന്ന ജേക്കബ് ഷോക്കായി പോവുകയാണ്. ഉടനെ തന്നെ മീര അവിടേക്ക് ഓടി വന്നിട്ട് അതേ കളിക്കുവാനായിട്ട് അവൾക്ക് വാങ്ങിക്കൊടുത്തതാ, അത് ഒറിജിനൽ നോട്ടൊന്നും അല്ല എന്ന് പറഞ്ഞ് മകളെ അകത്തേക്ക് കയറ്റിവിടും. എന്നിട്ട് കാശും കൊടുത്ത് ജേക്കബിനെ അവിടെ നിന്ന്
നിന്ന് പറഞ്ഞു വിടുകയാണ്. ജേക്കബിന്റെ മനസ്സിൽ നല്ല സംശയം തോന്നുന്നു. ഇത് ഒറിജിനൽ കാശായിരിക്കുമോ എന്നൊക്കെ അയാൾ ചിന്തിക്കും. വീട്ടിലേക്ക് എത്തുന്ന രാജീവിനെ മീര ഒരുപാട് വഴക്ക് പറയും. നിങ്ങൾ എന്തായി ചെയ്തു കൂട്ടുന്നെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ പ്രശ്നമെല്ലാം തീരുവാനായിട്ട് ഇതാണൊരു വഴി, ഉടനെ തന്നെ പ്രശ്നമെല്ലാം തീരുമെന്നും രാജീവൻ പറയുമ്പോൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ദേഷ്യപ്പെട്ടു മീര അവിടെ നിന്ന് പോകുന്നത്. രാജീവൻ എങ്ങനെയാണ് ഈ കാശ് കിട്ടിയതെന്ന് പിന്നീട് ഒരു ഫ്ലാഷ് ബാക്കിലൂടെയാണ് കാണിക്കുന്നത്. അന്ന് രാജീവനെ ആ 3 കൊള്ളക്കാരും കാറിൽ കൊണ്ടുപോകുന്ന സമയത്ത് അവർ കാറിലിരുന്ന് കോഡ് ഭാഷയിൽ പറയുന്ന കാര്യം രാജീവൻ ശ്രദ്ധിച്ചിരുന്നു. അമ്പലത്തിനടുത്തെത്തിയപ്പോൾ ഇതാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് അവർ കോഡ് ഭാഷയിൽ പറഞ്ഞിരുന്നു. ആ ഒരു കാര്യം രാജീവന് ഓർമ്മ വന്നത് അന്ന് അനസിനൊപ്പം കാറിൽ പോകുന്ന സമയത്താണ്. ആ ഒരു വിവരം അനസിനോട് പറഞ്ഞതേയില്ല. അവർ ഏത് അമ്പലത്തിനടുത്ത് വെച്ചാണോ ആ ഒരു കാര്യം പറഞ്ഞത്, അതേ അമ്പലത്തിലേക്ക് തന്നെയായിരുന്നു അന്ന് രാജീവൻ എത്തിയത്. അവിടുത്തെ ഭണ്ഡാരപ്പെട്ടി പൊളിച്ചു നോക്കുന്ന സമയത്ത് അതിനുള്ളിൽ ദേ കാശിരിക്കുന്നു, ബാഗ് നിറയെ കാശ്. അതവർ ബാങ്കിൽ നിന്നും കൊള്ളയടിച്ച കാശാണെന്നുള്ള കാര്യം രാജീവന് മനസ്സിലായി. ഭണ്ഡാരപ്പെട്ടിയിൽ നിന്ന് കിട്ടിയ കാശ് വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകുവാനായിട്ട് രാജീവന് നല്ല പേടിയായിരുന്നു. ആരെങ്കിലും തട്ടിയെടുത്താലോ എന്നൊരു ഭയമുള്ളത് കൊണ്ടാണ് രാജീവൻ നേരെ ആ ഒരു കാശ് തന്റെ ഫ്ളാറ്റിലേക്ക് കൊണ്ടുവരുന്നത്. എന്നാൽ രാജീവൻ വരുന്നതും പോകുന്നതുമെല്ലാം സെക്യൂരിറ്റിയായ ജേക്കബ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ജേക്കബിന് നല്ല സംശയമുണ്ട്. രാജീവന്റെ കൈവശം തന്നെയാണ് കാശുള്ളതെന്ന് ജേക്കബിന് നല്ല ഉറപ്പായിരുന്നു. ജേക്കബിന് തന്റെ കടം തീർക്കുവാനായിട്ട് എങ്ങനെയെങ്കിലും കാശ് വേണം. അതിനു വേണ്ടിയിട്ടാണ് രാജീവനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ജേക്കബ് നടക്കുന്നത്. എന്നാൽ ഒരു ദിവസം രാജീവിന്റെ ഫ്ളാറ്റിന് മുന്നിൽ ഒരു ചായക്കട ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ചായക്കടയ്ക്ക് മുന്നിലായിട്ട് രണ്ടുപേരിരുന്ന് രാജീവിനെ തന്നെ നിരീക്ഷിക്കുന്നത് സെക്യൂരിറ്റിയായ ജേക്കബ് കാണുന്നു. ജേക്കബ് ഈ ഒരു വിവരമെന്ന് രാജീവിനോട് പറയുകയാണ്. സൂക്ഷിക്കണം, നിങ്ങളെ 2-3 പേർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. രാജീവനെ കണ്ടതും രാജീവനെ നിരീക്ഷിക്കുന്നവരൊക്കെ അവിടെ നിന്നും അപ്പോഴേ രക്ഷപ്പെട്ടു പോയിരുന്നു. ജേക്കബാണല്ലോ രാജീവനോട് ഈ ഒരു കാര്യമൊക്കെ പറഞ്ഞത്. വയസ്സായ സെക്യൂരിറ്റി, അയാളെ സഹായിക്കണമെന്നും രാജീവൻ ചിന്തിക്കുന്നു. സെക്യൂരിറ്റിക്ക് കാശിന് നല്ല ആവശ്യമുണ്ടല്ലോ. മാത്രമല്ല സെക്യൂരിറ്റിക്ക് അടുത്ത് സംസാരിക്കുന്ന രാജീവൻ എന്റെ കയ്യിൽ കാശുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അറിയാമെന്നായിരുന്നു ജേക്കബ് പറയുന്നത്. രാജീവൻ എല്ലാ കാര്യങ്ങളും ജേക്കബിനോട് തുറന്നു പറയുന്നു. മാത്രമല്ല ഈ ഒരു കാശ് 2 കൂട്ടർക്കും ഉപയോഗിക്കണമെങ്കിൽ അതിനൊരു ഐഡിയ ചെയ്യണം. നിങ്ങൾ എന്റെ മകളെ കടത്തിക്കൊണ്ടു പോകണം. കടത്തിക്കൊണ്ടു പോകുന്നെന്ന് പറഞ്ഞാൽ അവളെ വിളിച്ചു കൊണ്ടുപോകണം. 1-2 ദിവസത്തേക്ക് അവളെ നിങ്ങളെ കൂടെ നിർത്തണം. എന്നിട്ട് നിങ്ങൾ എന്നോട് കാശ് ആവശ്യപ്പെടണം. നിങ്ങൾ ആവശ്യപ്പെടുന്ന കാശ് ഞാൻ തരും. എന്റെ മകളെ ഒരാൾ കടത്തിക്കൊണ്ടുപോയി അയാൾ കാശ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്റെ സ്വത്ത് വകകളെല്ലാം വിറ്റാണ് അയാൾക്ക് കാശ് കൊടുത്തതെന്ന് പോലീസുകാരെയും ജനങ്ങളെയും ഞാൻ വിശ്വസിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഈ കാശ് ഉപയോഗിക്കാൻ കഴിയൂ എന്നതായിരുന്നു രാജീവൻ പറഞ്ഞത്. രാജീവന്റെ ആ ഒരു പ്ലാനിന് ജേക്കബ് ഓക്കെ പറയുകയാണ്. അടുത്ത ദിവസം മീര ഫ്ളാറ്റിലേക്ക് എത്തുമ്പോൾ മീരയുടെ മൂത്ത മകളെ കാണാനില്ല. മൂത്ത മകൾ എവിടെ പോയെന്ന് മീരയ്ക്ക് അറിയത്തേയില്ല. ഇളയ മകൾ മാത്രമാണ് ഫ്ളാറ്റിലുള്ളത്. പോലീസുകാരും അവിടേക്ക് എത്തുന്നുണ്ട്. അനസ് ഇപ്പോൾ വീണ്ടും ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അനസ് ഇളയക്കുട്ടിയെ ചോദ്യം ചെയ്യുമ്പോൾ അച്ഛന്റെ കൂട്ടുകാരനാണ് വന്ന് കൂട്ടിക്കൊണ്ടു പോയതെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അത് വേറെ ആരോ ആയിരുന്നു എന്നാണ് ഇളയ മകൾ പറയുന്നത്. അത് കേൾക്കുന്ന മീര ഇനി അവളോടൊന്നും ചോദിക്കരുതെന്ന് പറഞ്ഞ് മകളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടു പോയിട്ട് എന്താ നടന്നതെന്ന് മകളോട് ചോദിക്കുന്നു. ഇന്നലെ രാത്രി അച്ഛൻ എന്നോട് പറഞ്ഞു അച്ഛന്റെ കൂട്ടുകാരൻ വന്ന് വിളിക്കും, കൂട്ടുകാരനൊപ്പം പോകണം. 1-2 ദിവസം കഴിയുമ്പോൾ തിരികെ കൊണ്ടുവന്ന് വിടും. അച്ഛൻ പറയുന്നത് പോലെ അനുസരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കളിപ്പാട്ടവും ഗെയിമും ഒക്കെ അച്ഛൻ വാങ്ങിത്തരുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ചേച്ചിയെ വിളിച്ചു കൊണ്ടുപോയത് അച്ഛന്റെ കൂട്ടുകാരനല്ല എന്നുള്ള കാര്യമാണ് ഇളയ മകൾ പറയുന്നത്. ഉടനെ തന്നെ മീര രാജീവനെ വിളിക്കുന്നു. എന്നിട്ട് ഈ ഒരു കാര്യമൊക്കെ ചോദിക്കുമ്പോൾ രാജീവൻ തന്നെയാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തത്. പക്ഷേ മൂത്ത മകളെ കൊണ്ടുപോയിരിക്കുന്നത് മറ്റാരോ ആണ്. ജേക്കബിന് മുൻപേ വന്ന് മറ്റാരോ കുട്ടിയെ കൊണ്ടുപോയി എന്നുള്ള കാര്യമൊക്കെ അവർക്ക് മനസ്സിലായി. എന്താണ് നടക്കുന്നതെന്ന് രാജീവൻ അറിയാൻ പറ്റുന്നതേയില്ല. രാജീവനും ആകെ ടെൻഷൻ. ഞാൻ എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് രാജീവൻ കോള് കട്ട് ചെയ്യുന്നത്. ഉടനെ തന്നെ മീര വന്ന് കട്ടിലിനടിയിൽ നോക്കുമ്പോഴോ അവിടെ കാശൊന്നും കാണുന്നില്ല. ഇതെല്ലാം മനസ്സ് ശ്രദ്ധിക്കുന്നുണ്ട്. സത്യത്തിൽ കുട്ടിയെ കടത്തിക്കൊണ്ടുപോയ ആളിനെ കാണിക്കുന്നു. അത് മറ്റാരുമല്ല, അനസും അനസിന്റെ ബന്ധുവും ചേർന്നാണ് കുട്ടിയെ കടത്തിക്കൊണ്ടുപോയത്. ബാങ്ക് കൊള്ളയടിച്ച കാശ് പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് അനസ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. എന്തെന്നാൽ ബാങ്ക് കൊള്ളയടിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ച മാസ്റ്റർ ബ്രെയിൻ മറ്റാരുമല്ല, അനസ് തന്നെയാണ്. അനസ് പറഞ്ഞിട്ടാണ് 3 പേരും ബാങ്ക് കൊള്ളയടിച്ചത്. എന്നാൽ ഇപ്പോൾ ആ ഒരു കാശുള്ളത് രാജീവന്റെ കൈവശമല്ലേ, അതെങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരണമല്ലോ. അതിനു വേണ്ടിയിട്ടാണ് അനസും കൂട്ടരും ചേർന്നിട്ട് രാജീവന്റെ മകളെ കടത്തിക്കൊണ്ടുപോയത്. രാജീവനെ കോൾ ചെയ്യുന്ന അനസ് നിന്റെ മകളെ ജീവനോടുകൂടി വേണമെങ്കിൽ ബാങ്കിൽ നിന്ന് കൊള്ളയടിച്ച കാശ് എനിക്ക് തരണമെന്നും ആവശ്യപ്പെടുന്നു. രാജീവൻ എങ്ങനെയെങ്കിലും മകളെ രക്ഷിക്കണമല്ലോ, തരാമെന്നും രാജീവൻ പറയും. അങ്ങനെ രാജീവൻ നേരെ ജേക്കബിനെ വിളിക്കുകയാണ്. രാജീവൻ വീട്ടിൽ നിന്നും കാശ് മാറ്റിയിരുന്നു. ഷൂറാക്കിൽ ഞാൻ ഒളിപ്പിച്ചു
ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ കാശ് ഒരു കവറിനകത്താക്കി കാറിലിട്ട് കൊണ്ടുപോകണമെന്നുള്ള കാര്യം ജേക്കബിനോട് ആവശ്യപ്പെടും. അങ്ങനെ ജേക്കബ് ആണെങ്കിലോ കാശുമായിട്ട് പോകുന്ന സമയത്ത് ഈ പോലീസ് ഉദ്യോഗസ്ഥനായ അനസിന്റെ ആളുകൾ ജേക്കബിനെ പിടികൂടുകയും ജേക്കബിൽ നിന്നും കാറും തട്ടിയെടുത്ത് കാറുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. ജേക്കബിന്റെ കൂടെ ഭാര്യയും ഉണ്ടായിരുന്നു. എന്ത് ചെയ്യുമെന്നറിയാതെ അവർ ഉടനെ തന്നെ രാജീവിനെ അന്വേഷിച്ചിറങ്ങുകയാണ്. ഒരു ഘട്ടത്തിൽ രാജീവിനെ അവർ കണ്ടുമുട്ടുന്നു. രാജീവിനോട് നടന്ന കാര്യമൊക്കെ പറയുകയാണ്. രാജീവൻ അവരെയും കാറിൽ കയറ്റി നഷ്ടമായ കാറിനെ അന്വേഷിച്ചിറങ്ങുന്നു. ഒരു ഘട്ടത്തിൽ അനസിന്റെ കൂട്ടാളികൾ ഓടിച്ചുകൊണ്ട് പോകുന്ന കാറ് രാജീവൻ കാണുന്നു. കാറിനെ പിന്തുടർന്നു പോകുന്ന സമയത്ത് കാർ ചെക്കിങ്ങിൽ പെടുകയാണ്. ആ കാറിനുള്ളിൽ കാശുണ്ടെന്നുള്ള കാര്യം രാജീവന് നന്നായിട്ട് അറിയാമല്ലോ. എന്നാൽ ചെക്കിങ്ങിൽ പെട്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും കാറിനുള്ളിലിരിക്കുന്ന കാശ് പോലീസുകാർ കണ്ടെത്തും. അത് നടക്കാൻ പാടില്ല എന്ന് ചിന്തിച്ച് കാറിലുണ്ടായിരുന്ന ജേക്കബിനെയും ഭാര്യയും ഓട്ടോയിൽ കയറ്റി വിട്ടിട്ട് രാജീവൻ തന്റെ കാറ് കൊണ്ടുവന്ന് അവിടെയുണ്ടായിരുന്ന പോലീസ് ജീപ്പിലിടിക്കുന്നു. പോലീസുകാരുടെ എല്ലാവരുടെയും ശ്രദ്ധ രാജീവന് നേർക്കായി. ആ ഒരു ഗ്യാപ്പിൽ അനസിന്റെ കൂട്ടാളികൾ കാറുമായിട്ട് അവിടെ നിന്ന് കടന്നു കളയും. രാജീവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സ്റ്റേഷനിലേക്ക് എത്തിയ രാജീവൻ പോലീസുകാരെ എല്ലാവരെയും അടിച്ചിട്ടിട്ട് തന്റെ കാറുമായിട്ട് അവിടെ നിന്ന് പോകുന്നു. രാജീവനെ പിന്തുടർന്ന് ഒരുപാട് പേരുണ്ടായിരുന്നു. മാത്രമല്ല പലരും വീഡിയോ പിടിച്ച് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. വല്ലാത്തൊരവസ്ഥയിലാണ് രാജീവൻ നിൽക്കുന്നത്. രാജീവൻ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കിയാണ് ഓടുന്നത്. എന്നാൽ അതേ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജേക്കബും ജേക്കബിന്റെ ഭാര്യയും എത്തിയിരുന്നു. മറ്റൊരു വശത്ത് പോലീസുകാർക്ക് അത്യാവശ്യം കാശ് കണ്ടെത്തുക എന്നത് മാത്രമാണ്. തന്റെ മകളെക്കുറിച്ച് പോലീസുകാർ ഒന്ന് അന്വേഷിക്കുന്നത് പോലുമില്ല എന്ന് മനസ്സിലാക്കിയ മീര തന്റെ മകളെ താൻ തന്നെ അന്വേഷിക്കണമെന്ന് ചിന്തിച്ച് റോഡിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് കുട്ടിയുടെ ഫോട്ടോ എല്ലാവരെയും കാണിച്ചിട്ട് ഈ കുട്ടിയെ കണ്ടോ കണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നു. അത് സമൂഹ മാധ്യമങ്ങൾ വഴി വൈറലാവുകയാണ്. പോലീസുകാരുടെ അനാസ്ഥയും ഭരണകൂടത്തിന്റെ കഴിവില്ലായ്മയും കുറിച്ചൊക്കെ ആളുകൾ ഓരോന്ന് പറയുവാനായും തുടങ്ങി. അത് വല്ലാതെ ചർച്ചയാവുകയാണ്. വല്ലാതെ പ്രഷർ ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വശത്ത് അതേ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെയാണ് അനസ് രാജീവന്റെ മകളെ കൊണ്ടുവന്ന് അടച്ചിട്ടിരിക്കുന്നതും. ഹെഡ്ക്വാർട്ടേഴ്സിലേക്കാണ് രാജീവന്റെ കൂട്ടാളികൾ കാറുമായിട്ട് എത്തിയത്. ഡിക്കി തുറന്നു നോക്കുന്ന സമയത്ത് അതിൽ വലിയ ബാഗിൽ പണം ഇരിക്കുന്നതും കൂട്ടാളികൾ കാണുന്നു. ഇപ്പോൾ പണവും അവർക്ക് സ്വന്തം, രാജീവന്റെ മകളും അവരുടെ കൈവശം. എങ്ങനെയെങ്കിലും കുട്ടിയെ രക്ഷിക്കണമെന്ന് മാത്രമാണ് രാജീവനുള്ളത്. കാർ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഹെഡ്ക്വാർട്ടേഴ്സിലായതുകൊണ്ട് തന്നെ അവിടേക്കാണ് രാജീവനും വന്നെത്തിയിരിക്കുന്നത്. അതേ ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നെയാണ് ജേക്കബും ഭാര്യയും ഉള്ളത്. ഇവർ 3 പേരും ചേർന്ന് അവിടെ മാകെ അന്വേഷിക്കുകയും ഒടുവിൽ രാജീവന്റെ മകളെ കണ്ടെത്തുകയും ചെയ്യുന്നു. അനസിനെയും കൂട്ടാളികളെയും തല്ലിച്ചതച്ചതിന് ശേഷം തന്റെ മകളെയും രക്ഷിക്കുന്നു, കാശും സ്വന്തമാക്കുന്നു. പക്ഷേ ഇങ്ങനെ പോയാൽ ഈ ഒരു സമൂഹത്തിൽ മനസമാധാനമായിട്ട് ജീവിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ രാജീവൻ ഒരു തോക്കുമായിട്ട് നേരെ പോകുന്നത് ഏത് ബാങ്കിലാണോ പ്രശ്നമുണ്ടായത് അതേ ബാങ്കിലേക്ക് തന്നെയാണ്. എന്നാൽ രാജീവൻ അവിടെ തോക്കുമായി എത്തിയതറിഞ്ഞ് പോലീസുകാർ രാജീവനെ അറസ്റ്റ് ചെയ്യുകയും മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. രാജീവന്റെ ഭാര്യ മകളെ അന്വേഷിച്ചിറങ്ങിയത് കൊണ്ട് തന്നെ വല്ലാതെ ആ ഒരു വിഷയം ചർച്ചയായിരിക്കുകയാണല്ലോ. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് അടുത്തേക്ക് രാജീവനെ കൊണ്ടുവന്നിരിക്കുന്നത്. രാജീവൻ തന്റെ അവസ്ഥയെല്ലാം മുഖ്യമന്ത്രിയോട് പറയുന്നു. ഈ ഒരു കേസ് കാരണം എനിക്ക് ആകെ പ്രശ്നമാണ്, എനിക്ക് ജീവിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ള രാജീവന്റെ അവസ്ഥയെല്ലാം മുഖ്യമന്ത്രിയോട് തുറന്നു പറയുന്നു. മുഖ്യമന്ത്രി ഈ ഒരു കേസിൽ തനിക്കൊരു പങ്കുമില്ല എന്ന് പ്രസ് മീറ്റിൽ പറയണമെന്നായിരുന്നു രാജീവൻ ആവശ്യപ്പെട്ടത്. എന്നാൽ മുഖ്യമന്ത്രി അതിന് പകരമായിട്ട് പറയുന്നത്, ഞാൻ അങ്ങനെ പറയണമെങ്കിൽ നിന്റെ മകളെ കണ്ടുപിടിച്ചതിന്റെ ക്രെഡിറ്റ് കേരള പോലീസിന് നൽകണമെന്നായിരുന്നു മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടത്. അതിന് രാജീവൻ തയ്യാറാവുകയും ചെയ്തു. അങ്ങനെ മുഖ്യമന്ത്രി പ്രസ് മീറ്റിൽ രാജീവൻ ഈ ഒരു ബാങ്ക് റോബറിയുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്തു. ഒരു തെറ്റും ചെയ്യാതെയാണ് ഈ ഒരു കുടുംബം ഇങ്ങനെ അനുഭവിക്കുന്നത്. അതുകൊണ്ട് രാജീവൻ ഇതിൽ ഒരു പങ്കുമില്ല എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി അവതരിപ്പിച്ചതും. അതോടുകൂടി രാജീവനും സമാധാനമാകുന്നു. മാത്രമല്ല സമൂഹ മാധ്യമങ്ങളൊന്നും ഇനി രാജീവനെ വേട്ടയാടാതിരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി മറ്റൊരു കേസ് കൂടി ഇട്ടുകൊടുക്കുന്നു. MLA-ക്കെതിരായിട്ടുള്ള ലൈംഗികാരോപണം. അതോടുകൂടി മാധ്യമങ്ങളെല്ലാം അതിന് പിന്നാലെ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ രാജീവനും സമാധാനമായിരിക്കുന്നു. പക്ഷെ രാജീവൻ എന്ന മകളെ രക്ഷിക്കുന്ന കൂട്ടത്തിൽ കാശും സ്വന്തമാക്കിയിരുന്നല്ലോ. ആ കാശ് ജേക്കബും രാജീവനും പങ്കിട്ടെടുക്കുകയാണ്. അങ്ങനെ രാജീവൻ തന്റെ കുടുംബമായിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നു. ഭാര്യയുമായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഇപ്പോൾ ഒത്തുതീർപ്പായിരിക്കുകയാണ്. എന്നാലും ഇപ്പോൾ പോലീസുകാർ ആ ഒരു കാശ് അന്വേഷിച്ച് നടക്കുന്നുമുണ്ട്. അതോടുകൂടി സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.